ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് രാത്രിയിലെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നോക്കിയാലോ. രാത്രി വന്ന് എന്ത് ഫുഡാണെന്നറിയോ? അപ്പവും സാമ്പാർ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കനിൽ നമുക്ക് മസാല പുരട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നമുക്ക് വരഞ്ഞു കൊടുക്കാം. അപ്പോഴത്തേക്ക് എന്തോ ചെയ്യും, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് വരഞ്ഞു കൊടുക്കാവേ. എല്ലാ പീസിലും ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് വന്നിട്ടിരിക്കുന്ന വെച്ചാൽ മുളക് പൊടിയാണ് കേട്ടോ. അത് നിങ്ങളുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്ത് വന്നിട്ട് മസാല പൊടി ഇട്ട് കൊടുക്കുന്നു. അതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടോ കേട്ടോ. പിന്നെ വന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി വന്ന് തൊലി കളയാണ്ട് ചതച്ചെടുത്ത്, തൊലി കളഞ്ഞില്ല കരുതി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി. എന്നിട്ട് ഇടികല്ലിൽ വെച്ച് ചതച്ചതാണ്. അത് കഴിഞ്ഞിട്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കുന്നു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ സമയം പോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. രാത്രിയൊക്കെ മസാല പുരട്ടി പിറ്റേ ദിവസം എടുത്താൽ നല്ലതായിട്ട് മസാല പിടിക്കും ചിക്കനിൽ കേട്ടോ. ഞാൻ പിന്നെ അത്ര സമയമില്ലാത്തതുകൊണ്ട് 1 മണിക്കൂറിന് പുറത്ത് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ആക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഓരോ പീസായിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വറുക്കാം. അപ്പോൾ ഒരു സൈഡ് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്കിനി അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവ് വീട്ടിൽ അരച്ചതാണ് കേട്ടോ.
അപ്പോൾ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് സപ്പോർട്ടാക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക കേട്ടോ, ഷെയറൊക്കെ ആക്ക്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക്സ് കേട്ടോ. ഓക്കെ, ബൈ.